ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നിലപാടുകൾ തുറന്നു പറഞ്ഞ ലോക നേതാക്കൾ. സംഘർഷം നയതന്ത്ര തലത്തിൽ പരിഹരിക്കണമെന്ന് പോപ്പ് 14 പറഞ്ഞു. ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും സമാന നിലപാടാണ് സ്വീകരിച്ചത്. സൈനിക പിന്തുണ ഇസ്രായേൽ ആവശ്യപ്പെട്ടെങ്കിലും നയതന്ത്ര ഇടപെടലുകൾ മാത്രമാണ് സാധ്യമാകുക എന്നാണ് അമേരിക്ക മറുപടി നൽകിയത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വഷളാകുന്നുവെന്നാണ് പോപ്പ് ലിയോ 14 അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സമാധാനത്തിനായി ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മറ്റൊരാളുടെ നിലനിൽക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നത് തെറ്റെന്നും പോപ്പ് ലിയോ 14 പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫോണിൽ സംസാരിച്ചു. സംഘർഷം രൂക്ഷമാകുന്നതിൽ ഇരു നേതാക്കളും ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ സൈനിക നടപടി ഇസ്രായേൽ ആവശ്യപ്പെട്ടെങ്കിലും അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. നയതന്ത്ര ചർച്ചകളിൽ മാത്രം പിന്തുണയെന്നും അമേരിക്ക അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സംവിധാനങ്ങളെ തകർക്കുമെന്ന ഇറാന്റെ ഭീഷണിക്ക് കൃത്യമായ മറുപടിയും ട്രംപ് നൽകുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നാൽ പ്രതീക്ഷിക്കുന്നതിലപ്പുറം തിരിച്ചടി ഇറാന് ലഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.